പയ്യോളിയിൽ വെച്ച് പരിപാടി നടത്താൻ തീരുമാനിച്ചതിന്റെ കുറച്ച് മാസങ്ങൾ മുമ്പ് തന്നെ നൗഷാദ് ഹസനി എന്നൊരു മനുഷ്യനുണ്ടായിരുന്നു. നൗഷാദ് ഹസനി എന്ന് പറഞ്ഞാൽ ലോകത്താദ്യമായി സ്വന്തം പ്രസംഗത്തിന് സ്വന്തം മറുപടി പറഞ്ഞ ആള്. ലോകത്താദ്യം. എന്റെ പഴയകാല സുഹൃത്താണ്. ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അയാൾ പലപ്പോഴും പലതും പറയുമ്പോൾ എനിക്ക് തോന്നിയിരുന്നത് അയാളുടെ ഇൽമിന്റെ ഉയർച്ച കൊണ്ട് പറഞ്ഞതാണ്. ഇപ്പൊ മനസ്സിലായിട്ടുണ്ട് സംഭവം എന്തിന്റെ കുറവാണ്. അപ്പൊ ആ നൗഷാദ് ഹസനി എന്ന വ്യക്തി ഓൺലൈനിൽ എപ്പോഴും എന്റെ പ്രസംഗം കേൾക്കാനായി മുമ്പിൽ ഇരിക്കാറുണ്ട്. ഈ മനുഷ്യൻ SKSSF-ൽ വരാൻ തീരുമാനിച്ചിട്ട് ആ മനുഷ്യൻ എന്നോട് പറഞ്ഞു നമുക്ക് SKSF-ലേക്ക് പോകണം. ഞാൻ SKSF-ലേക്ക് വരാതെ പൂർണ്ണമായും നിന്ന് പ്രവർത്തിക്കാനൊന്നല്ല, എന്റെ ചില ലക്ഷ്യം പൂർത്തിയാക്കാൻ സമയമെടുക്കാൻ കാത്തിരിക്കായിരുന്നു വലിയൊരു സംഭവത്തിന്. പക്ഷെ അപ്പ നൗഷാദ് ഹസനി പറഞ്ഞു ഇനി ശരിയാവില്ല, ഇവർക്കെതിരെ പോരാടാൻ സമയമായിരിക്കുന്നു, അതുകൊണ്ട് നിർബന്ധമായിട്ട് സുന്നി മഹലിലേക്ക് പോകണമെന്ന് പറഞ്ഞു. എന്നിട്ട് സുന്നി മഹലിൽ പോയിട്ട് റെക്കോർഡ് ചെയ്തിട്ട് നൗഷാദ് ഹസനി അവിടുന്ന് പ്രസംഗിച്ചു. ഏപ്പിനെ നന്നായി കളിയാക്കിയിട്ട് വളരെ നന്നായി പ്രസംഗിച്ചു. എന്നിട്ട് മൂപ്പരെ കോളേജിൽ പോയിട്ട് പറഞ്ഞു ഞങ്ങൾ സംവാദത്തിന് പോകുന്നതിന് മുമ്പ് റിഹേഴ്സൽ നടത്താറുണ്ട്, അതാണ് എന്ന് പറഞ്ഞാൽ അത് പച്ചക്കള്ളാണ്. ചർച്ചകൾ നടത്താറുണ്ട്, മൈക്കൊന്നും വെച്ചിട്ട് അങ്ങനെ റിഹേഴ്സൽ നടത്തരുത്, എന്താ നാടകം. അയാൾക്ക് അങ്ങനെ തോന്നിയിരുന്നോ എനിക്കറിയില്ല. ഞാൻ ഒരുപാട് സംവാദത്തിൽ അയാളുടെ കൂടെ പോയിട്ടുണ്ട്, അങ്ങനെ സംഭവം ഞാൻ കണ്ടിട്ടില്ല. ഇനി വാദത്തിന് സംഭവിച്ചാൽ തന്നെ റിഹേഴ്സലിന്റെ അവസാനത്തിൽ ഉണ്ടാവും ദുആ, പടച്ചോനെ ഈ സത്യത്തിൽ നീ എന്നെ ഉറപ്പിച്ചു നിർത്തണേ. ദുആയിലുണ്ടാവും റിഹേഴ്സൽ. ഞാൻ ഇതുവരെ ഇതിനൊന്നും മറുപടി പറഞ്ഞില്ലായിരുന്നു. ഇയാൾ പറഞ്ഞു. ഈ അടുത്ത് കുറച്ച് ദിവസം മുമ്പ് ഇയാൾ ഒരാളോട് സംസാരിച്ചു. ആ സംസാരം നടന്നുകൊണ്ടിരിക്കുമ്പോ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ചിലര് ഇപ്പുറത്ത് ലൈനിൽ നിന്നിട്ട് ഇയാളുടെ സംഭാഷണം ശരിക്കും കേട്ടു. കാരണം ഞങ്ങളോട് ഇയാൾ പലപ്പോഴും പലതും പറയാറുണ്ട്. ആ സംഭാഷണത്തിൽ പറയാണ് ജിഷാമായി രാമന്തിലേക്ക് പോയി പണിയുണ്ടോ നോക്കട്ടെ, ഇനി അതിനൊന്നും നിൽക്കരുത്, നമ്മൾ അങ്ങനെയാണ് ഇങ്ങനെയാണ്, സമസ്തക്കെതിരെ കൂടി അയാൾക്ക് വരണത്രേ, നമുക്കെതിരെ. ഞാൻ വെല്ലുവിളിക്കുന്നു, നൗഷാദ് ഹസനി എന്നത് ഒരു ആൺകുട്ടിയാണെങ്കിൽ സമസ്തയുടെ പ്രവർത്തകർക്കെതിരെ ഒന്ന് ശബ്ദിക്കാൻ തന്റെ ഇടമുണ്ടെങ്കിൽ നിങ്ങൾ കടന്നു വരൂ. നിങ്ങൾ വരുന്നത് അവസ്ഥയിലേക്ക് നിങ്ങൾ ഞാൻ മാറ്റി എഴുതും. ഇപ്പൊ അയാൾ ഫുള്ള് ബിസിയാ. എന്ത് ബിസിയാ? ഓൺലൈൻ ഇരുന്ന് പരിപാടി കേൾക്കുന്ന ബിസി, വാട്സപ്പിൽ ഡൗൺലോഡ് ചെയ്യുന്ന ബിസി, അതിനൊക്കെ ബിസി എന്ന് പറയാലോ. ഈ ബിസിയിലാണ്. എന്നിട്ട് അയാളാണ് ഇത്ര സമസ്തക്കെതിരെ പറയാൻ വരുന്നത്. ഞാൻ പറയുന്നു, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെ സ്നേഹിക്കുന്ന ഒരു പണ്ഡിതനും നിങ്ങൾക്ക് മറുപടി പറയില്ല. സമസ്തയുടെ പാതയിലേക്ക് കടന്നു വന്ന നിങ്ങൾക്കൊപ്പം 4.5 വർഷം നിഴല് പോലെ ഒരു സുഹൃത്തായി, നിങ്ങളുടെ ചിലപ്പോഴൊക്കെ ഉപദേശകനായി, ചിലപ്പോഴൊക്കെ നിങ്ങളുടെ സുഹൃത്തായി, ചിലപ്പോഴൊക്കെ നിങ്ങളുടെ വിഷയത്തിലെ സഹായിയായി കൂടെ നിന്ന ഞാൻ പറയും മറുപടി. കാരണം മൂട്ടയെ കൊല്ലാൻ ആരും ഇരുമ്പൊലക്കെടുക്കാറില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ നൗഷാദ് ഹസനി ഇപ്പൊ അങ്ങനെയാണത്രേ. മൂപ്പർക്ക് ഒരു ഷേഖുണ്ട്. ആരാ ഷേഖ്? മഹാനായ ജാലിയവാല അല്ല, ജാലിയവാല മഹാനാണെന്ന് പറയുന്ന ഹാഫിദ് എന്ന മഹാനാണ്. ഈ മഹാനവറുകളാണ് കേരളത്തിൽ. എനിക്ക് ഇത് അദ്ദേഹം കേൾക്കുന്നുണ്ടാവും, അദ്ദേഹം ഹജ്ജിലാണെന്ന് തോന്നുന്നു, എന്നാൽ ഇത് കേൾക്കും. എന്റെ ഭാഷയുടെ അർത്ഥം അദ്ദേഹത്തിന് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അദ്ദേഹം എല്ലാ രംഗത്തും, ഇതൊരു സ്ഥലത്ത് പണ്ട് ആരിഫ് അലി പറഞ്ഞല്ലോ, മൗദൂദിയെ പറ്റി എവിടെയെങ്കിലും ഒന്ന് പറയണ്ടേ, അതുകൊണ്ട് ഞാൻ ഇവിടെ പറയുന്നു. അതുപോലെ ഇത് എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് പറയണമല്ലോ, അത് ഞാൻ ഇവിടെ പറയാം. ഇവിടെ ഞാനത് പറയാം. ഈ മനുഷ്യൻ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ പ്രസ്ഥാനത്തിലെ ഈ പ്രവർത്തനങ്ങൾക്കെതിരെ എല്ലാ നിലയിലും ചാനലിൽ പോവാൻ എനിക്ക് പൈസ തന്നത് ബഹുമാനപ്പെട്ട ഹാഫിദ് ഉസ്താദാണ്. 50,000 രൂപ. ജിഷാൻ മാഹിയുടെ CD റെക്കോർഡ് ചെയ്യാനും റെക്കോർഡ് ചെയ്ത CD കൊണ്ടുവന്നിട്ട് ജിഷാനെ കൊണ്ട് ആദ്യം നൗഷാദ് ഹസനെ കൊണ്ട് വിളിപ്പിച്ചു, പിന്നെ ഞാൻ വിളിച്ചു. റെക്കോർഡ് ചെയ്ത ക്യാമറമാൻ ഇവിടെ തന്നെ ക്യാമറയും പിടിച്ചു നിൽക്കുന്നുണ്ട്. അങ്ങനെ എനിക്ക് പണം തന്ന് ചാനലിൽ പറഞ്ഞയച്ചു. ജിഷാൻ മാഹിയുടെ CD പിടിക്കാൻ എന്നെ ഏൽപ്പിച്ചു. ഞാൻ ചോദിക്കുന്നു, ബഹുമാനപ്പെട്ട ഹാഫിദ് ഉസ്താദെ എന്ന് കൂടി കൂട്ടാം. മൂപ്പര് പറയുന്നത് രാമന്തലി SKSSF-ൽ ചേർന്നതുകൊണ്ട് കാഫിറായി ചത്തുപോകുന്ന. മൂപ്പർക്ക് എന്റെ ആക്കിബത്തിലെ പേടിയുള്ളൂ, മൂപ്പര് ആക്കിബത്തിനെ കുറിച്ചൊരു പേടിയില്ല. പുതിയ കാലത്തിന്റെ ട്രെൻഡ് എങ്ങനെയാണ്? മറ്റുള്ളവർ ഇപ്പൊ അങ്ങനെയാണ്. APക്കാരെ കണ്ടാല് അവരും പറയാ, എന്താണ് നിങ്ങള് ആക്കിബത്ത് സൂക്ഷിച്ചോളൂ കേട്ടോ. പറയുന്നവന് ഓന്റെ സ്വന്തം ആക്കിബത്തിനെ കുറിച്ചൊരു ബോധമില്ല.
ഞങ്ങളൊക്കെ സൂക്ഷിക്കാറുള്ളത്, ഞങ്ങളൊക്കെ ആഗ്രഹിക്കുന്നത്, ഞങ്ങളൊക്കെ വേദനിക്കുന്നത്, ഞങ്ങളൊക്കെ ഭയപ്പെടാറുള്ളത് സ്വന്തം ആക്കിപത്തിനെ കുറിച്ചാണ്. അതിന് മറുപടി പറയാൻ, അതിൽ ഉത്തരം പറയാൻ, അതിൽ അഹങ്കരിക്കാൻ ആർക്കാ കഴിയാ? ഇപ്പൊ മൂപ്പര് ഇരുന്നിട്ട് പറയാണ് രാമന്തലി കാഫറായിട്ടുണ്ട്. കാരണം എന്താ? SKSSF പോയതുകൊണ്ടാണത്രേ. എന്നാൽ ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ വാദത്തിന് സമ്മതിച്ചു തന്നാൽ എന്നെ കാഫറാക്കിയതാരാ? ആരാ എന്നെ കാഫറാക്കിയത്? ജിഷാൻ മാഹിയുടെ വീട്ടിൽ രാത്രി ഉറക്കൊഴിഞ്ഞിട്ട് നേരത്തെ എന്നോടൊരു ചോദ്യം ചോദിച്ചു. എന്താ ജിഷാൻ വരുമ്പോ, ഞാൻ ഈ ക്ലിപ്പുകൾ തന്നിട്ടില്ലായിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു? അപ്പൊ ഞാൻ പറഞ്ഞു, നിന്നെ കൊണ്ട് തെരിക്കുമായിരുന്നു. സാങ്കല്പിക ചോദ്യമാണ്. അപ്പൊ അതിന് മറുപടിയും പിന്നെ ഞങ്ങൾ രണ്ടാളും പറഞ്ഞു. ആ തെരീക്കലിന് വേണ്ടി പലപ്പോഴും ഉറക്കൊഴിഞ്ഞിരുന്നിട്ട് ആ ഉറക്കൊഴിച്ചിരുന്ന് പലപ്പോഴും ഞങ്ങളെ പറഞ്ഞയച്ചത്. അവസാനം ഈ വീഡിയോ റെക്കോർഡ് ചെയ്യാനുള്ള ക്യാഷ് ക്യാമറക്കാരനെ ഒക്കെ കൊടുക്കാനുള്ള ക്യാഷ് മുഴുവൻ തന്നിട്ട് അതിനുള്ള യാത്രയും ഭക്തിയും തന്നിട്ട് എല്ലാം ഞങ്ങളെ ഏൽപ്പിച്ചിട്ട്, എന്നെ ഏൽപ്പിച്ച് നിരന്തരം അതിനെ പ്രൊമോട്ട് ചെയ്തിട്ട് പലപ്പോഴും ജാലിയവാലയുടെ അടുത്തേക്ക് പോകാൻ അവസാന നിമിഷങ്ങളിൽ ക്യാഷ് തന്ന് പറഞ്ഞയച്ചത് ബഹുമാനപ്പെട്ട ഹാഫിദ് ഉസ്താദെ നിങ്ങളല്ലേ? നിങ്ങൾ പറയാറില്ലേ എന്നെ നിയന്ത്രിക്കുന്നത് മടവൂരിലെ മഹാനവറുകളാണെന്ന് പറയാറില്ലേ? മടവൂരിൽ വന്ന് സത്യം ചെയ്യാൻ ഞാൻ തയ്യാറാണ്. ഇത് കേൾക്കുന്ന മുസ്ലിം സമൂഹത്തോട് ഞാനിതാ വിളിച്ചു പറയുന്നു, മടവൂരിൽ വന്ന് ആ മക്ബറയ്ക്ക് മുന്നിൽ നിന്ന് ഞാൻ പറയും, ഈ സത്യം വിളിച്ചു പറയും. ബഹുമാനപ്പെട്ട ഉസ്താദെ നിങ്ങൾ, ഹാഫിദ് ഉസ്താദ് നിങ്ങൾ വരുമോ? എന്നിട്ട് തന്നു, ഇതെല്ലാം ചെയ്യിച്ചു. അവസാനം ഇനിയാ കേൾക്കേണ്ടത്, ആ ബഹുമാനപ്പെട്ടവർക്ക് ഒരു ലാപ്ടോപ്പ് ഉണ്ട്. ആ ലാപ്ടോപ്പിലാണ് ജിഷാൻ മാഹിയുടെ CD എഡിറ്റ് ചെയ്യുന്നത്. ജിഷാൻ മാഹിന്റെ CD എഡിറ്റ് ചെയ്യുന്ന ആ ലാപ്ടോപ്പിലാണ്. ആ മഹാനവറുകൾക്ക് ഒരു ഖാദിമുണ്ട്. അയാള് മലയാളിയല്ല, മലയാളം ഉറുദു ഒക്കെ അറിയുന്ന ആളാണ്. മർക്കസിൽ അയാൾ പഠിച്ചിട്ടുണ്ട്. ഇപ്പോഴും അദ്ദേഹത്തിന്റെ കൂടെ തന്നെയാണ്. ആ കുട്ടിയുടെ പേര് ഞാൻ പറയുന്നില്ല. ആ കുട്ടിയെ ഹാഫിന് തന്നെ കോഴിക്കോട് ഞാൻ താമസിക്കുന്ന സ്ഥലത്തേക്ക് പറഞ്ഞയച്ചിട്ട് എഡിറ്റ് ചെയ്തിട്ടാണ് ആ CD പുറത്തിറക്കിയിരിക്കുന്നത്. ഞാൻ ചോദിക്കുന്നു, ഹാഫിദ് ഉസ്താദ്, നിങ്ങൾ ഈ മുടി യഥാർത്ഥ ഷഅർ മുബാറക്കാണെന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ആ ജിഷാൻ മാഹി ഇതിനെതിരെ പറയുന്ന CD ഒരു ആത്മീയ നേതാവാണ് നിങ്ങളെങ്കിൽ, അല്ലെങ്കിൽ ആത്മീയതയ്ക്ക് പിന്നാലെ പോകുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ, അല്ലാഹുവിനെ സാക്ഷി നിർത്തിയിട്ട് ഞാൻ പറയുന്നു, നിങ്ങൾ ഇങ്ങനൊരു സാധനം എഡിറ്റ് ചെയ്ത് ഇങ്ങനെ ഉണ്ടാക്കാൻ നിങ്ങൾ പറയുമായിരുന്നു. അപ്പൊ നിങ്ങൾക്ക് തോന്നും കഴിഞ്ഞിട്ടില്ല, ARCK ബാക്കി അറിയാം. ഈ സാധനം CD ആക്കിയിട്ട് നേരെ സത്താർ പന്തല്ലൂരിന്റെ കയ്യിലേക്ക് കൊണ്ടുകൊടുക്കുന്നതിനെ കുറിച്ച് ചർച്ച നടന്നു. ഹാഫിദ് ഉസ്താദിന്റെ നേതൃത്വത്തിലുള്ള ചർച്ച. നിഷേധവുമായി വന്നാൽ മടവൂരേക്ക് സത്യം ചെയ്യാൻ പോകുമെന്ന് പറയുന്നതോടൊപ്പം എന്റെ മൊബൈലിലെ ചില മെസ്സേജുകൾ കൂടി എനിക്ക് കാണിക്കാൻ കഴിയും. അദ്ദേഹം മെസ്സേജിലൂടെയാണ് കൂടുതൽ സംസാരിക്കുക. പക്ഷെ ഈ വിഷയങ്ങളിലൊക്കെ ചിലപ്പോഴൊക്കെ എന്നോട് ഫോണിൽ നേരിട്ടും സംസാരിച്ചിട്ടുണ്ട്. അതിൽ കൃത്യമായി ഈ SKSSF-ന് ഈ കേസറ്റ് കൈമാറാൻ ആവശ്യമായ നിർദ്ദേശങ്ങൾ അദ്ദേഹം നൽകി. ഹാഫിദിന്റെ വീട്ടിൽ പോയിട്ട് ചർച്ച ചെയ്തിട്ട് പറഞ്ഞു, നിങ്ങൾ SKSSF-ലേക്ക് പോയിക്കോളൂ, സത്യം പറയാൻ അവിടെ പോലെ തന്നെയാണ് അനിവാര്യമെന്ന് പറഞ്ഞിട്ട് അതിനുശേഷം ഞങ്ങൾ അതിന്റെയും കൂടി അടിസ്ഥാനത്തിൽ, അല്ലാതെ എന്റെ ബോധ്യങ്ങൾ വേറെയുണ്ട്, അതിന്റെ ശേഷം ഞങ്ങളെല്ലാവരും SKSSF-ലേക്ക് വന്നു. വരുന്നതിന്റെ തലേ ദിവസം വിളിച്ചിട്ട് ഇവരിൽ പലരും നൗഷാദ് ഹസനെ കൊണ്ടുപോയാൽ എന്നെയും വിളിച്ചു പറഞ്ഞു പോകരുത്. ചില ആളുകൾ അതുവരെ എല്ലാ പ്രചോദനം നൽകിയവർ എന്നെ പോരുതെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് ഒറ്റ തന്ത മാത്രമേ ഉള്ളൂ, എനിക്കൊറ്റ തന്തയുള്ളൂ. ഞാനിത് വിശ്വസിച്ചു, എനിക്ക് ബോധ്യപ്പെട്ടു. എനിക്ക് ബോധ്യപ്പെട്ടത് ഞാൻ ചെയ്തിട്ടുള്ളൂ. ഞാൻ നാടകാഭിനയമൊന്നുമല്ല നടത്തിയത്. അങ്ങനെയാണ് സിനിമയിൽ പോയി അഭിനയിച്ചാൽ മതിയായിരുന്നു. ഇവരൊക്കെ ചെയ്യുമ്പോലെ ആയിരുന്നെങ്കിൽ നല്ല ശമ്പളവും കിട്ടുമായിരുന്നു, നല്ല പൈസയും കിട്ടുമായിരുന്നു. അങ്ങനെ ചെയ്തൊരു വ്യക്തി ഇപ്പൊ പറയുന്നു തിരുമുടിയാണ് ഞങ്ങളുടെ കയ്യിലുള്ളതെന്ന് പറയുന്നു, കാന്തപുരത്തിന്റെ കയ്യിലുള്ളതെന്ന് പറയുന്നു, അതിനെ എതിർക്കാൻ പാടില്ലെന്ന് പറയുന്നു. ഈ പറയുന്നതിലെ ന്യായം എവിടെയാണ് ഉസ്താദേ എന്ന് ഞാൻ ചോദിക്കാം. അപ്പൊ നിങ്ങൾ ചിലപ്പോൾ ചിന്തിക്കും, ഈ ചെറിയൊരു വിഭാഗത്തിന് എന്തിനാ പറയുന്നത്? ചെറിയൊരു വിഭാഗം ആഗ്രഹിക്കുന്നത് വലുതാവാനാണ്. അത് വലുതാവൂല എന്നുള്ള ഉറപ്പാണ്. പേരോടൊരു ഭാഗത്തുണ്ട്. ശത്രുവാണെങ്കിൽ നമുക്കറിയാം, പേരോട് ചിലപ്പോ സത്യങ്ങൾ പറയാറുണ്ട്. പേരോണ്ട് ജീവിതത്തിൽ ഒരു സത്യമേ പറഞ്ഞിട്ടുള്ളൂ. അതെന്താണ്? ഈമാൻ വിതരണം ചെയ്യാൻ അവകാശമുള്ള കേന്ദ്രങ്ങൾ എന്ന് പറയുന്ന അധികാരമുള്ളവരെന്ന് കരുതി പ്രവർത്തിക്കുന്ന ചില ഹാഫിലുമാരുണ്ട് എന്ന് പേരോട് പറഞ്ഞിട്ട് ഒരു സത്യം പറഞ്ഞു. നല്ല വളരെ കറക്റ്റ്. ഒക്കെ ഈമാൻ ഇല്ലാത്തവരാണത്രേ. എന്താ കാരണം? മർക്കസിലെ ഈ മുടിയെ എതിർക്കുന്നു എന്നതാണത്രേ കാരണം. ഞാൻ പിന്നെ വിലായത്തിലേക്കൊന്നും ഞാൻ പോകുന്നില്ല, കാരണം അത് പോയാൽ കുറച്ച് അധികമായി പോകും എന്ന ബോധമുള്ളതുകൊണ്ട്. എന്നോട് മഹാന്മാരുടെ നിർദ്ദേശമാണ് ഇതെന്ന് പറഞ്ഞാൽ ഇപ്പൊ പറയാണ്
മഹാന്മാർ പറഞ്ഞു ഞാൻ ഇതിലേക്ക് പോയത് കൊണ്ട് കാഫിറായി. മഹാന്മാരെ വെച്ച മൂപ്പരെ കളി. മൂപ്പര് ഇപ്പൊ ഈ അടുത്തൊരു സംഭവം ഉണ്ടായി. പേരോട് നേൽവിവാദം ഉണ്ടാക്കിയിട്ട് വന്നപ്പോ മൂപ്പര് അനുയായികളൊക്കെ വിളിച്ചു പറഞ്ഞു, അഹ്മദ് ഹംബൽ തങ്ങള് മൂപ്പരെ മുന്നിൽ പോയി പൊട്ടിക്കരഞ്ഞത്രേ. ഹാഫിദിന്റെ മുന്നിൽ വന്നിട്ട് ആ സാക്ഷിയുണ്ട്, എല്ലാം ഉണ്ട്. മൂപ്പര് പറയാ, അഹമ്മദ് തങ്ങൾ വന്നിട്ട് പൊട്ടിക്കരഞ്ഞിട്ട് പറഞ്ഞു, പേരോട് ഞാൻ കൊണ്ടുവന്ന ഹദീസിനെ ഈ വിധത്തിലാക്കി മാറ്റിയല്ലോ. കേരളത്തിൽ വേറെ ഒരു സ്ഥലമില്ലേ, മൂപ്പരെടുത്താണ്. ഭയങ്കര രസമാണ് ഇവര് ഈ പറഞ്ഞുണ്ടാക്കുന്ന കഥകളൊക്കെ കേട്ട